യുകെയിലെ ചെറിയ സംഗമങ്ങളാകട്ടെ വലിയ സംഗമങ്ങളാകട്ടെ ഗ്രഹാതുരത്വങ്ങൾ ഉണർത്തുന്ന സംഗമങ്ങൾ എന്നും ബ്രിട്ടീഷ് മലയാളി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് കണ്ട സുഹൃത്തുക്കളുടെ സംഗമങ്ങൾ ബന്ധങ്ങൾ പുതുക്കുവാനും പഴയ കാര്യങ്ങൾ ഓർക്കുവാനും ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേദിയൊരുക്കുവാനും സാധിക്കുന്നു. ബ്രിട്ടീഷ് മലയാളിക്ക് വേണ്ടി പാറമ്പുഴക്കാരുടെ വിശേഷങ്ങളുമായി ലെസ്റ്ററിൽ നിന്നും തോമസ് ടി ആണ്ടൂർ. എത്രയും സ്നേഹം നിറഞ്ഞ തോമസ് ചേട്ട, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ തണുപ്പ് തുടങ്ങി. ഇവിടെ ലെസ്റ്റർ എന്ന സ്ഥലത്ത് വെച്ച് പാറമ്പുഴക്കാർ എല്ലാവരും ഒരുമിച്ചുകൂടി. വർഷങ്ങൾക്ക് മുൻപ് കണ്ട നമ്മുടെ പാറമ്പുഴക്കാർ പല മുഖങ്ങളും മാറിപ്പോയിരിക്കുന്നു. എങ്കിലും എല്ലാവരും തന്നെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ചായക്കട നടത്തുന്ന പാപ്പിച്ചേട്ടനും ആലിച്ചനും മറിയാമ്മ ചേട്ടത്തിക്കും കുമരേശനും മാമ്മൂട്ടിലെ എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു. മുണ്ടയ്ക്കിലെ ജോസിയേട്ടൻ മരിച്ചുപോയി എന്നറിഞ്ഞു. കേരളത്തിലെ മറ്റ് സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ പാറമ്പുഴക്കാർക്ക് അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷിക ദിനത്തിൽ ഓർത്തുപോവുകയാണ് ഒറ്റ പ്രസംഗം കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ നമ്മുടെ ഒ വി ലൂക്കോസ്. യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവ്, പാറമ്പുഴക്കാരനായിരുന്നു. ഇവിടെ അസുഖം വരുമ്പോൾ ആദ്യമായി GP കാണണം. പലപ്പോഴും ചൂടുവെള്ളവും പാരസെറ്റമോളും കുറിക്കും. ദൂരസ്ഥലങ്ങളിൽ നിന്നും രോഗികൾ പാറമ്പുഴയിൽ എത്താറുണ്ടായിരുന്നു പ്രശസ്ത ഹോമിയോ ഡോക്ടർ കണ്ണന്തൊട്ടി കൊച്ചേട്ടനെ കാണാൻ. ഗതാഗതക്കുരുക്കുകൾ ഉണ്ടാകാറുണ്ട്. മണിക്കൂറുകളോളം വഴിയിൽ കിടക്കേണ്ടി വരും. പക്ഷേ ആംബുലൻസിനും പോലീസിനും ഫയർഫോഴ്സിനും പോകുവാൻ മിക്ക വഴികളിലും റോഡ് തിരിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കോട്ടയത്ത് ഗതാഗതക്കുരുക്ക് ഉണ്ടാകുമ്പോൾ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഭാഗത്തുനിന്ന് വരുന്ന രോഗികൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകുവാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടല്ലോ. വെള്ളുപ്പറമ്പ് പാലം വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തുള്ളവർക്ക് കോട്ടയത്ത് ചെല്ലാതെ പാറമ്പുഴ വഴി എളുപ്പത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ കഴിയുന്നു. ദീർഘവീക്ഷണത്തോടെ വെള്ളുപ്പറമ്പ് പാലത്തിന് വേണ്ടി ഒറ്റയ്ക്ക് പോരാടി സ്വന്തം സ്ഥലം പോലും വിറ്റ് തിരുവനന്തപുരത്ത് പോയി വെള്ളുപ്പറമ്പ് പാലം യാഥാർത്ഥ്യമാക്കിയ OJ എന്ന ജോസഫ് ചേട്ടനെ ആരെങ്കിലും ആ പാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഓർക്കാറുണ്ടോ? നന്നായി അധ്വാനിക്കുന്നവരാണ് നമ്മുടെ നാട്ടുകാർ. നേരം പുലരുന്നതിന് മുൻപേ പാറയ്ക്ക് തമരടിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. വർഷങ്ങൾക്ക് മുൻപ് കുട്ടികൾ പാറമടയിൽ പാർട്ട് ടൈം ജോലി ചെയ്ത് സ്കൂളിൽ പോകുന്നവരായിരുന്നു. അവരൊക്കെ പിൽക്കാലത്ത് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഉയർന്ന ഉദ്യോഗസ്ഥരായി. കോട്ടയത്തും ആലപ്പുഴയിലും കെട്ടിടങ്ങളുടെ അടിത്തറ പാറമ്പുഴയിലെ കരിങ്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ തണ്ണീർമുക്കം പണ്ട് പാറമ്പുഴക്കാരുടെ അധ്വാനത്തിൻ്റെ പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നു. ഇവിടെ വിവാഹ ബന്ധങ്ങൾ വേർപിരിയുന്നത് ഒരു സാധാരണ സംഭവങ്ങളാണ്. മലയാളികളുടെ കാര്യം അല്ല കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ ദേവസ്യയും കുഞ്ഞേലിയുമാണ്. ദേവസ്യയുടെ നിഴലായി കുഞ്ഞേലിയെ കാണാം. അവർക്ക് സ്വന്തമായി ഒരു വീടുണ്ടായിരുന്നപ്പോഴും മാമ്മൂട്ടിലെ കടത്തിണ്ണയിൽ അന്തി ഉറങ്ങിയപ്പോഴും കുഴിജാലിപ്പടി ഷാപ്പിൽ ദേവസ്യ കള്ളുകുടിക്കാൻ പോകുമ്പോഴും കുഞ്ഞേലി കൂട്ടത്തിൽ ഉണ്ടാവും. സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഒരുപോലെ ജീവിച്ച മാതൃകാ ദമ്പതികളായിരുന്നു അവർ. ചില അവസരങ്ങളിൽ ഇംഗ്ലീഷ് പറയാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. അപ്പോഴാണ് നമ്മുടെ നഹീമറിയയുടെ കാര്യം ഓർമ്മ വരുന്നത്. സ്കൂളിൽ പോയിട്ടില്ലാത്ത നഹീമറിയ 3 ഭാഷകൾ ഭംഗിയായി പറയുമായിരുന്നു. ഒരു സഞ്ചരിക്കുന്ന ലൈബ്രറി ആയിരുന്നു നഹീമറിയ. ഇവിടെ ടെസ്കോ, ആസ്ഡ എന്നൊക്കെ പറയുന്ന വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്.
നമ്മൾ തന്നെ സാധനങ്ങൾ എടുത്ത് ഒരു മെഷീനിൽ പണമടച്ച് നമുക്ക് സാധനങ്ങളുമായി വീട്ടിലേക്ക് പോരാം. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് മാമൂട്ടിൽ സെൽഫ് ചെക്കൗട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ സൗകര്യം നമ്മുടെ മാമൂട്ടിൽ ഉണ്ടായിരുന്നു. തോമസേട്ടൻ ഓർക്കുന്നില്ലേ, കുഞ്ഞമ്മാൻ പൊടിമില്ല് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മില്ലിൽ നിന്ന് രക്ഷപ്പെടുവാനായി ഒരു ബോർഡ് എഴുതി വെച്ചത്, ആവശ്യക്കാർക്ക് സ്വന്തമായി അരി പൊടിക്കാം, കൂലി പെട്ടിയിൽ ഇട്ടിട്ട് പോകാം. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് ഷേക്സ്പിയറിൻ്റെ നാട്. അതുവഴി കടന്നു പോകുമ്പോൾ നമ്മുടെ എമ്മത്തായി ചേട്ടനെ ഓർക്കും. ഒറ്റ നാടകത്തിൽ യേശുക്രിസ്തുവായി അഭിനയിച്ച് പാറമ്പുഴക്കാരുടെ മനസ്സിൽ യേശുക്രിസ്തുവിൻ്റെ രൂപം പകർത്തിയ നമ്മുടെ എമ്മത്തായി. ഇവിടെ B&Q എന്ന് പറയുന്ന വലിയ വലിയ കടകളൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു സാധനം 3-4 ആഴ്ചയിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല. യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കുക കളയുക. അപ്പോഴാണ് നമ്മുടെ കൊല്ലൻ കൊച്ചിയുടെ കാര്യം ഓർമ്മ വരുന്നത്. 10-15 വർഷമായി വാക്കത്തിയും തൂമ്പായും ഒക്കെ ഒരു കുഴപ്പവുമില്ലാതെ ഇപ്പോഴും വീട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും മന്ത്രിമാരും നേതാക്കന്മാരും ഇവിടെ വരാറുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിക്കും, ഇവരെയൊക്കെ പൊക്കിപ്പിടിച്ച് സ്റ്റേജിൽ കൊണ്ട് ഇരുത്താതെ ഇവിടുത്തെ മാലിന്യങ്ങൾ ശേഖരിച്ച് റീസൈക്കിൾ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കാണിക്കണമെന്ന്. നമ്മുടെ പറമ്പിലെ തകരപ്പാട്ടയും പ്ലാസ്റ്റിക്കും കുപ്പിയും ഒക്കെ പെറുക്കിയെടുത്ത് ജീവിച്ചിരുന്ന പാപ്പു ആശാനും കാഞ്ചനയും പാറമ്പുഴയിൽ നിന്നും മാലിന്യങ്ങൾ നീക്കാൻ അവർ ചെയ്ത സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. ഇപ്പോൾ ആരാണ് നമ്മുടെ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്നത്? ആശാന്മാർ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ പാറമ്പുഴ സംഗമത്തിന് കൂടിയവരൊക്കെ മുണ്ടനാശാൻ്റെ ശിഷ്യന്മാർ ആയിരുന്നു. വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോഴാണ് തെങ്ങ് കയറാൻ ആളില്ല, തേങ്ങ ഇട്ടിട്ട് 6 മാസം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയത്. റബ്ബർ വയ്ക്കാഞ്ഞത് നന്നായി, തേങ്ങയാവുമ്പോൾ താഴെ വീണ് കിടക്കുമല്ലോ. തെങ്ങേലാശാൻ്റെ വില ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരേ സമയം തെങ്ങും കയറും കുട്ടികളെയും പഠിപ്പിക്കും. കോട്ടയത്ത് നിന്നും ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരിൽ അധികം പേരും ഡ്രൈവിംഗ് പഠിച്ചത് പാറമ്പുഴയിലെ നമ്മുടെ ജോയി ആശാൻ്റെയും കുഞ്ഞുമോൻ ആശാൻ്റെയും ബെന്നി ആശാൻ്റെയും കൂടെയാണ്. വീട്ടിൽ നിന്നും ഏത്തയ്ക്ക വറുത്തതും ചക്ക വറുത്തതും കൊടുത്തുവിടുമ്പോൾ നമ്മുടെ മിച്ചറമ്മയെ ഓർക്കാറുണ്ട്. വിധിയുടെ മുന്നിൽ പകച്ചു നിൽക്കാതെ സ്വന്തമായി കുടിൽ വ്യവസായം ആരംഭിച്ച് ഒരു വലിയ കുടുംബത്തെ പോറ്റിയ മിച്ചറമ്മ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും മാതൃകയാണ്. നമ്മുടെ തിരുക്കുടുംബ ദേവാലയത്തിന് പുറകിലായി എപ്പോഴും ഏത് വേനലിലും വറ്റാത്തൊരു നീരുറവ് ഉണ്ടായിരുന്നല്ലോ. ധാരാളം ആൾക്കാർ രോഗശാന്തിക്കായി ആ ഉറവയിൽ നിന്നും വെള്ളം കോരി തലയിലൊഴിക്കുകയും പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു മടങ്ങുകയും ചെയ്തിരുന്നല്ലോ. പാറ പൊട്ടിച്ച കൂട്ടത്തിൽ നമുക്ക് ആ നീരുറവ നഷ്ടപ്പെട്ടു. UK-യിലെ നമ്മുടെ കൂട്ടായ്മ പാറമ്പുഴയിലെ വേദനിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു നീരുറവയായി എപ്പോഴും ഉണ്ടാവും. പാറമ്പുഴ സംഗമത്തിന് കുഴിയാലിലെ ബിജോമോൻ നമുക്ക് സമൃദ്ധമായി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ഷൈമോൻ മൈക്ക് സെറ്റുമായി വന്നു. കൂരോത്തെ തോമസേട്ടനും ടിറ്റിയും കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി. ചെമ്പേട്ട് വിജയ് ഹാൾ ഒരുക്കി.